രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് വീട്ടിലുണ്ടോ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡിവൈസ് എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പൊ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ് ദീപ കൂടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിവൈസിനെ കുറിച്ച് തന്നെയാണ് ദീപയും പറയുന്നത്. അത് വീടിന്റെ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഈ സൈബർ അധിക്ഷേപത്തിനെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. രാഹുൽ പ്രതികരിക്കുന്നതാണ് കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്ത് സംഭവിച്ചാലും ശരി, പ്രഭാതം മുതൽ പ്രദോഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി താൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം രാഹുലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനിയും ആഹാ, കളി കൊള്ളാലോ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം നിൽക്കുന്നില്ല, അത് വേറൊരു വശം. പക്ഷേ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോ രാഹുൽ ഈശ്വറിനോട് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട നിയമപാലകര് അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യമാണ് ഇവിടുത്തെ വളരെ വിചിത്രമായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് എങ്ങനെ സാധ്യമാകും? രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണോ? അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ മതി, മറ്റൊരു ഭാഗത്തിന്റെ ന്യായങ്ങൾ പറയാൻ പാടില്ല എന്നാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത്? ചുരുക്കി പറഞ്ഞാല് ഇത് പോലീസിന്റെ വലിയ ഒരു പ്രതിസന്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ഒരു പ്രതിസന്ധിയെ പോലീസ്, അന്വേഷണ ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ. കാരണം ഈ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ വന്ന പല പ്രതികരണങ്ങളും പോലീസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോ, എസ്പെഷ്യലി കോടതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകപ്പെടുന്നത് അത് വലിയ തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ അന്തരീക്ഷം ഇപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ്. അത് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുവാനും കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വറിനോട് ഈ പറയുന്ന അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന പേര് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിട്ട് ആ രാഹുൽ ഈശ്വറിനോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനുകൂലമായ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ വീഡിയോ ചെയ്യരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർത്തും അപലപനീയമാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ കാര്യങ്ങള്? ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെടാം, അതിജീവിതയുടെ ഐഡന്റിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. രാഹുൽ ഈശ്വറിന്റെ വീഡിയോകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അങ്ങനെ അത്തരത്തിലൊരു അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. അത് പോലീസിന്റെ അവകാശമാണ്, നിയമം പറയുന്നതാണ്. ആ കാര്യത്തിൽ നമുക്കിവിടെ തർക്കമില്ല. പക്ഷേ പോലീസ് ഇവിടെ രാഹുൽ ഈശ്വറിനോട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പോ രാഹുൽ ഈശ്വർ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലല്ല ഇത് പറയുന്നത്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത അതേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്നത്, എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു കൊണ്ടുള്ള വീഡിയോ ചെയ്യരുത് എന്നാണ് എന്നോടുള്ള ആവശ്യം. അവർ വെച്ചിരിക്കുന്ന നിർദ്ദേശം അതാണ്.
എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ അത് അസത്യമാകാൻ യാതൊരു വഴിയുമില്ല. അതിനെ തള്ളിക്കളയാൻ യാതൊരു സാഹചര്യവും നമുക്ക് മുന്നിലില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചോദ്യം ഉയരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം രാഹുൽ ഈശ്വറിന് മുന്നിൽ എന്തിനു വേണ്ടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വെക്കുന്നു? മനസ്സിലായല്ലേ മതിയാവുകയുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്ത് കോടതി പോലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് വാദിയുടെയും പ്രതിയുടെയും ഒക്കെ അവരുടെ വാക്കുകൾ കൂടി കേട്ട്, അവരുടെ ഭാഗം കൂടി കേട്ട്, അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന കോടതികൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൂ. അങ്ങനത്തെ നമ്മുടെ ഈ രാജ്യത്ത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്തുകൂടാ? ഇനി അതോ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കുന്ന എല്ലാവരെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണോ, അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? അങ്ങനെയും ഇല്ലാതെയില്ല. അങ്ങനെ ഒരു സംശയം ഇപ്പൊ എന്റെ മനസ്സിലേക്ക് കുതിച്ചു വരികയാണ്. ഈ പറയുന്ന ഞാനടക്കം ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച ആളുകളാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരണങ്ങൾ പറഞ്ഞ ആളുകളാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ച ആളുകളാണ്. അപ്പോ അത്തരത്തിലുള്ള എല്ലാ ആളുകളെയും കേസിൽ കൊടുക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആഹാ, ഇതിൽ ഒരു ഭീഷണിയില്ലേ? ആ ഭീഷണിയുടെ സ്വരം ഇതിലില്ലേ? ഇപ്പൊ രാഹുൽ ഈശ്വറിനോട് പോലീസ് ആവശ്യപ്പെട്ടത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യരുത്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കരുത്, രാഹുലിന് വേണ്ടി ശബ്ദിക്കരുത് എന്നാണല്ലോ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് ഈ ആവശ്യപ്പെട്ട പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തുന്നു. അപ്പോ ഇതിന്റെ പിറകിലുള്ള ഒരു ഭീഷണി എന്താ? അത് രാഹുൽ ഈശ്വറിനോട് മാത്രമുള്ള ആവശ്യമല്ല, അത് കേരളത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരോടുമുള്ള ഭീഷണി തന്നെയാണ്. നിങ്ങൾക്കെതിരെയും കേസെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരും സംസാരിക്കരുത്. ഇരക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ 10,000-കണക്കിന് ആളുകളുണ്ട്, അല്ലേ? പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരും സംസാരിക്കരുത്, അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ കാര്യങ്ങൾ പറയാൻ കോടതിയിൽ പോലും അഭിഭാഷകനെ പോലും നിർത്താൻ കഴിയില്ലല്ലോ, അല്ലേ? ഇപ്പോ ഈ പറയുന്ന മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഇരയ്ക്ക് വേണ്ടി എന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവര് തന്നെയാണ് ഇരയുടെ ഐഡന്റിറ്റികൾ അത്രയും വെളിപ്പെടുത്തുന്നത്. ഇരയെ കുറിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ തന്നെയാണ് ചർച്ചയാക്കുന്നത്. മൊഴി പകർപ്പിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, രാഹുലിന്റെ ജാമ്യാപേക്ഷയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ പറയുന്ന പ്രവർത്തികളെ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ആളുകള് ഈ കേസുമായി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് അയാളോട് ആവശ്യപ്പെടുകയാ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിക്കരുത് എന്ന്. അതെന്ത് ന്യായമാണ്? അതെവിടുത്തെ നീതിയാണ്? അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ നാട്ടിലുണ്ടോ? ഇവിടെ അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല, അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല, ഇതൊക്കെ ചെയ്യാൻ പാടില്ല. ശരി തന്നെ അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാഹുൽ ഈശ്വർ വീണ്ടും ഞാൻ പറയുന്നു, ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിയമ നടപടി നേരിടേണ്ടതാണ്. അതില്ല എന്നുള്ളതാണ് ഇപ്പൊ തെളിയുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് മുതൽ ചോദ്യം ചെയ്തിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒന്നും കണ്ടെത്താൻ കഴിയാതെ അവസാനം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അയാളെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഐഡന്റിറ്റി വിഷയവുമായി ബന്ധപ്പെടുത്ത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ആ രാഹുൽ ഈശ്വറിനോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊരു പൊരുത്തക്കേട് നമ്മൾ കാണുന്നുണ്ട്, ഇതിലൊരു ഭീഷണിയുടെ സ്വരം നമ്മൾ കാണുന്നുണ്ട്. കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന കാര്യമല്ല ഇവർ രാഹുൽ ഈശ്വറിനോട് പറയുന്നത്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്നവർ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ പോലീസിന്റെ തലയിലുണ്ട്. മനസ്സിലായില്ലേ? രാഹുൽ ഈശ്വർ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമില്ല. ആ കാര്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുമില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനോട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ് മണക്കുന്നത്. അപകടം എന്ന് പറഞ്ഞാൽ ഇത് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. നാളെ കഴിഞ്ഞ് ഇത് കോടതിയിലേക്ക് കേസ് എത്തുന്ന അവസരത്തിൽ എല്ലാം തകർന്നു വീഴുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണികളുടെ സ്വരം ഉയർത്തുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിച്ചിരിക്കുന്ന പെൻഡ്രൈവിലുള്ള വസ്തുതകൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഒക്കെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ പരിഗണിക്കേണ്ടി വരുമ്പോ ഈ കേസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ജനിച്ച് വീഴുന്നതിന് മുമ്പ് ജീവനില്ലാത്ത കൊച്ചു ജനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ, ഈ കേസ് ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു ഫസ്റ്റ് റിപ്പോർട്ട് പോലും കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് അവസാനിച്ചു പോകുമോ എന്നുള്ള ഒരു ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കാൻ പാടില്ല എന്ന്. ഇത് രാഹുൽ ഈശ്വറിനോട് മാത്രമുള്ള താക്കീതല്ല, ഇത് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു താക്കീതായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാണേണ്ടതും അങ്ങനെ തന്നെയാണ്.